അവ്വലു മാ യൽഖൽ മയ്യതു ഇദാ ദഖല ഖബറഹു. ജനാസയാകുന്ന എന്നെയും നിങ്ങൾ ഖബറിലേക്ക് വെച്ചാൽ ആദ്യമായി നമ്മൾ കാണുന്നത് ആരെയാണ്? ഒരു മലക്കിനെയാണ് പ്രിയപ്പെട്ടവരെ. ആ മലക്കിന്റെ പേര് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇസ്മുഹു റൗമാൻ. റൗമാൻ എന്ന് പറഞ്ഞ മലക്കാണ്. ഇന്നേവരെ റൗമാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? റൗമാൻ എന്ന് പറയുന്ന മലക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ റൗമാൻ എന്ന് പറഞ്ഞ മലക്ക് ഖബറിലേക്ക് വരികയാണ്. വല്ലാത്ത അവസ്ഥയാണ്, ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. കൂരിട്ടാണല്ലോ ഖബർ എന്ന് പറയുന്നത്. സംസാരിക്കാൻ ഒരു മനുഷ്യനുമില്ലല്ലോ, ഒന്ന് സറ പറയാൻ ഒരു മനുഷ്യനുമില്ലല്ലോ, കളി തമാശ പറയാൻ കുടുംബാദികളില്ലല്ലോ, സാന്ത്വനിപ്പിക്കാൻ ഭാര്യയില്ലല്ലോ, സ്നേഹം നൽകാൻ ഉമ്മയില്ലല്ലോ. ആ സമയത്താണ് ആ മലക്ക് പറയുന്നത്, യാ അബ്ദല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ അടിമേ. ആ മലക്ക് വിളിക്കുകയാണ്, അല്ലയോ അല്ലാഹുവിന്റെ അടിമേ, എത്രയോ പ്രഭാഷണം നിങ്ങൾ കേട്ടവരാണ്, നീ ഖബറിനെ കുറിച്ച് കേട്ടവനല്ലേ മോനെ. ഇതാ ഖബറാകുന്ന ലോകം നീ അഭിമുഖീകരിച്ചില്ലേടാ. എന്നിട്ട് ആ മലക്ക് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? ഉക്തുബ് അമലക, നീ നിന്റെ അമലെഴുതടാ ചെറുപ്പക്കാരാ. എന്നോടും നിങ്ങളോടും പറയാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ഓരോ വാചകവും നമ്മൾ എഴുതുകയാണ്, നമ്മളോട് പറയുകയാ ഉക്തുബ് അമലക.